കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to Igno Focus 5.0. Igno previous year question paper or ultimate analysis ആണ്. So in this analysis we are discussing BA Political Science paper BPSC 107. So ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് predictive guidelines അതുപോലെ തന്നെ ഒരു ഡെപ്ത് അനാലിസിസ് കൂടെയാണ് നമ്മുടെ ലേണേഴ്സിനെ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം പാസ്റ്റ് ഇയേഴ്സിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനോട് കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹോൾ സെഷന്റെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ഒബിയസ്ലി നമ്മൾ ഓരോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് ആൻഡ് സബ് യൂണിറ്റ്സ് കോർ ടോപ്പിക്സുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഒരു അനാലിസിസും മാർക്കിംഗ് സ്ട്രക്ചറും ആൻഡ് അതോടൊപ്പം തന്നെ റെക്കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം ഈ ഒരു TEയിലോട്ടേക്ക് പ്രൊബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സിന്റെ ആ ഒരു പ്രോബിലിറ്റി ചാൻസും പ്രഡിക്ഷൻസും കൂടെ നടത്തുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറും മിറർ ചെയ്തുണ്ടാക്കിയ ഒരു പേപ്പറാണത്. ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും. സോ നമുക്ക് സിലബസ് മാപ്പിംഗിലോട്ടേക്ക് നടക്കാം. ഫസ്റ്റ് ബ്ലോക്ക് സ്റ്റഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ്. കീ ടോപ്പിക്സ് ആണ് സിസ്റ്റംസ് തിയറി, IRT ആസ് എ ഡിസിപ്ലിൻ. 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റെലവൻസ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയം റെലവെന്റ് ആണ്. നെക്സ്റ്റ് ന്യൂക്ലിയർ ഇഷ്യൂസും ന്യൂക്ലിയർ സ്റ്റേറ്റും, വേൾഡ് വാർ 1, ബോൾഷെവിക് റെവല്യൂഷനും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലും ലോ ലെവലിലുള്ള ടോപ്പിക്സുകളാണ്. ഒരു 4 to 2 times 2 to 4 ആ ഒരു സ്കെയിലിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ഇയേഴ്സ്. നെക്സ്റ്റ് ഫാസിസം ആൻഡ് നെയ്സിസം 5 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയാണ്. വേൾഡ് വാർ 2, ഫെമിനിസം ഇൻ ഇന്റർനാഷണൽ റിലേഷൻ, യൂറോസെൻട്രിസിസം, ഗ്ലോബൽ സൗത്തും ലോ കാറ്റഗറി ആണ്. 4 to 1 times ചോദിച്ചിട്ടുണ്ട്. റിയലിസം, നിയോ റിയലിസം ലോ കാറ്റഗറി ആണ്. ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം 5 തവണ ചോദിച്ചു. മീഡിയം കാറ്റഗറിയാണ്. മാർക്സിസ്റ്റ്, ഡിപ്പെൻഡൻസി, വേൾഡ് സിസ്റ്റംസ് ലോ കാറ്റഗറിയാണ്. കോൾഡ് വാർ അതിന്റെ ഫേസസും ഇവന്റ്സും ഫീച്ചേഴ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡിഫറെന്റ് ഫേസസ് തന്നെ 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ വെരി ഇമ്പോർട്ടന്റ്, ഹൈ കാറ്റഗറിയാണ്. നെക്സ്റ്റ് നാറ്റോയും വാൾസോ പാക്റ്റും ലോ കാറ്റഗറിയാണ്. ഡീകോളനൈസേഷനും നാം ആൻഡ് ആന്റി കൊളോണിയൽ ഫീച്ചേഴ്സ് 1 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ കാറ്റഗറിയാണ്. ഗ്ലോബലൈസേഷനും ഗ്ലോബൽ ഓർഡറും 8 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയാണ്. ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷനും നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റിയും 1 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ കാറ്റഗറിയാണ്. UN റിഫോംസും സെക്യൂരിറ്റി കൗൺസിൽ UNന്റെ ഡിഫറെന്റ് സിസ്റ്റംസ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതുമായി അതിന്റെ ഒരു ബേസിൽ നമ്മൾ ഡിഫറെന്റ് ബ്ലോക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബിയസ്ലി ബ്ലോക്ക് 4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ഫോളോഡ് ബൈ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 1. ഇനി ഒരു ഹീറ്റ് മാപ്പ് സമ്മറി കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 12 നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. യെല്ലോ കളറിൽ കൊടുത്തു. നെക്സ്റ്റ് ഹൈ കാറ്റഗറിയിൽ വരുന്ന 4 ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കൗണ്ടർ വാർ ആണ്. അതിന്റെ ഡിഫറെന്റ് ഫേസസും ഇവന്റ്സും ഉണ്ട്. 10 തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒറിജിനും ഫേസസും അതുപോലെ ക്യൂബൻ ബെർലിൻ ക്രൈസിസും ഒക്കെ ഇതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ള ടോപ്പിക്സ് ആണ്. പഠിക്കാൻ ഭയങ്കര അവരെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മോർ ഈസിയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഗ്ലോബലൈസേഷനും ഗ്ലോബൽ ഓർഡറും ആണ്. 8 തവണ ചോദിച്ചിട്ട്. UN സെക്യൂരിറ്റി കൗൺസിൽസ് അതിനകത്ത് വന്നിട്ടുള്ള റിഫോംസുകൾ. ഓക്കെ, UNSCയുടെ പവേഴ്സും റിഫോം ഡിബേറ്റ്സും ഇന്ത്യയുടെ സ്റ്റാൻഡും ഒക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് തിയറട്ടിക്കൽ കൈൻഡ് വരുന്ന ടോപ്പിക്സുകളാണ്. ലിബറലിസം, നിയോ ലിബറലിസം 5 times ആസ്ക്ഡ് ആണ്. നെക്സ്റ്റ് വൺ മാർക്സിസ്റ്റ്, ഡിപ്പെൻഡൻസി, വേൾഡ് സിസ്റ്റംസ് 4 times ചോദിച്ചിട്ടുണ്ട്. റിയലിസം, നിയോ റിയലിസം ഇതും 4 തവണ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് 20 മാർക്സിന്റെ സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും,
ഡിസ്കസ് അനലൈസ്. ഓക്കെ, ലോങ് എസ്സേസ് ആയിരിക്കും എന്തായാലും ഇത് 400 വേർഡ്സിനാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ് 20 മാർക്കിന്. 10+10 അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. 200 വേർഡ്സിനാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് MCQs ഓഫ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്നില്ല. 20 മാർക്സിന്റെ എസ്സേസ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. 400 വേർഡ്സിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു ആൻസർ നമ്മൾ അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യണം. ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കീ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ബോഡിയിലോട്ടേക്ക് വരുമ്പോൾ അതിന്റെ കോഴ്സസും മെക്കാനിസംസും ഫീച്ചേഴ്സും ഒക്കെ സബ് ഹെഡ്സ് ഒക്കെ നിർബന്ധമാണ്. അങ്ങനെ തന്നെ വേണം നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. 200 വേർഡ്സിനാണ് ചോദിക്കുന്നത്. 10 മാർക്സ് ആയിരിക്കും. ഡെഫിനിഷൻസ് വേണം. ഒരു 2 to 3 കീ പോയിന്റ്സ് വേണം. ജനറൽ എസ്സേസ് 20 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇതും തന്നെ ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യണം. ഇനി ഡിസ്കസ് ചെയ്യാൻ പറയുന്ന സം കൈൻഡ് ഓഫ് എസ്സേസ് 20 മാർക്സിനുള്ളത് തന്നെയാണ് 400 വേർഡ്സ്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 സ്റ്റഡിങ് ഇന്റർനാഷണൽ റിലേഷൻസ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 12%. ഓക്കെ, അതിന് ടോട്ടൽ ഷെയർ 12% ആണ്. സ്കോറും 12. ബ്ലോക്ക് 2 ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് 19 ആണ് ഒരു ആവറേജ് ഷെയർ. ബ്ലോക്ക് 3 തിയോറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ് 21 അറൌണ്ട് 21% ആണ്. ബ്ലോക്ക് 4 കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസ് 46% ആണ്. നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യും. June 22 തൊട്ട് June 25 വരെയും. ഓക്കെ, സോ ഇതിനകത്ത് കാണാൻ പറ്റും എക്സ്പ്ലെയിനേറ്ററി, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു 24 തൊട്ട് 25 വരെ സ്റ്റഡി ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ എസ്സേസും സ്റ്റഡി ലെവൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഡിസ്കസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 24 തൊട്ട് അതൊരു നല്ലൊരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സം ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിനൊരു അപ്പിയറൻസ് കൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൾസ് വാർ, അതിന്റെ ഒറിജിൻ, ഫേസസും കീ പ്രൈസസും. അപ്പൊ സബ് ടോപ്പിക്സിലേക്ക് സബ് ആയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ആൻസറിന് അഡ്രസ് ചെയ്യാൻ വേണ്ടി. 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഡിസ്കസ് ദ കോണ്ടംപററി വേൾഡ് ഓർഡർ ആൻഡ് ഗ്ലോബലൈസേഷൻ. 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റിഫോംസ് ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. 7 തവണ ചോദിച്ചിട്ടുണ്ട്. അനലൈസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Elaborate the liberal and neoliberal approaches in IR. Highlight the neo debates. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Compare or contrast realism and neo-realism. Explain core assumptions. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Describe the main features, the cause of fascism and Nazism. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 8th one, discuss Marxist dependency and the wall system perspective in IR. 4 തവണ ചോദിച്ചിട്ടുണ്ട്. Next question, explain the causes and consequences of Second World War. 4 times asked. Last one, describe the nature, scope and evolution of international relation as a discipline. 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി frequency table ആണ്. Question, explain the Cold War origin of phases. 10 times appeared on average score 16. So highly important. Next one, discuss the contemporary world order and globalizations. 8 തവണ ചോദിച്ചിട്ടുണ്ട്. Average score 12 ആണ്. Elaborate the liberal and neoliberal approaches in international relations. Highlight neo debates. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 ആണ് ഒരു റൗണ്ട് സ്കോർ. average score എന്ന് പറയുന്നത്. Compare or contrast realism and neo-realism. Explain core assumptions. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 14 ആണ് ഒരു സ്കോർ. Average score. Describe the main features, the causes of fascism and Nazism. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 ആണ് ഒരു average score. Discuss Marxist dependency and wall system perspective in IR. ഇതുപോലെ analysis the causes and consequences of First World War. Explain the causes and consequences of the Second World War. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 15 to 17 ആണ് ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ ആസ് എ ഡിസിപ്ലിൻ. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 17 ആണ് ഒരു ആവറേജ് സ്കോർ. സോ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ടോട്ടൽ ഷെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 22 തൊട്ട് 25 വരെയുള്ള
ക്വസ്റ്റ്യൻസിൽ റെക്കറന്റ് ആയിട്ട് തന്നെ ഈ ഒരു കോർ ടോപ്പിക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ വൺസ് നമ്മൾ ഈ ഒരു റെക്കറന്റ് ടോപ്പിക്സിൽ തന്നെ സ്ട്രെസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ആവറേജ് അല്ല മാക്സിമം സ്കോർ തന്നെ ഈ ഒരു പേപ്പറിൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് നന്നായിട്ട് മനസ്സിലാക്കണം. ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റും ഡിമാൻഡ് ചെയ്യുന്ന വേർഡ് ലിമിറ്റും ടൈമിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസറിങ് സ്ട്രക്ചർ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ് ഈ ഒരു ടിയിലോട്ടേക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള സം കീ ടോപ്പിക്സുകളാണ്. കോൾഡ് വാർ 100% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറിയാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ റിഫോംസ് 85% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറിയാണ്. വേൾഡ് വാർ, ഫാസിസം, നാസിസം, ലിബറലിസം, നിയോ ലിബറലിസം, ഗ്ലോബലൈസേഷൻ ആൻഡ് വേൾഡ് ഓർഡർ 71% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറിയാണ്. റിയലിസം, നിയോ റിയലിസം, മാർക്സിസ്റ്റ്, ഡിപെൻഡൻസി, വാൾ സിസ്റ്റംസ് മീഡിയം കാറ്റഗറിയാണ്, 57% ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സിസ്റ്റം തിയറി, IRS ഡിസിപ്ലിൻ, വേൾഡ് വാർ സെക്കൻഡ് 42% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഇത് നമ്മുടെ ഈ ടോപ്പിക്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോർ ടോപ്പിക്സ് ആണ്. അതിന്റെ ഒരു പെർസെന്റേജ് ഷെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫറെന്റ് ഹൈ ടു മീഡിയം ടോപ്പിക്സ് ഒന്ന് നോക്കാം. അതിന്റെ ഒരു അപ്പിയറൻസസ് കൂടെ. കോൾഡ് വാർ 7 തവണ ചോദിച്ചിട്ടുണ്ട്. UN സിസ്റ്റം, അതിന്റെ സെക്യൂരിറ്റി റിഫോംസും സെക്യൂരിറ്റി കൗൺസിൽ റിഫോംസും 6 തവണ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് വാർ ഫെസ്റ്റ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഫാസിസം, നാസിസം 5 തവണ ചോദിച്ചിട്ടുണ്ട്. ലിബറലിസം, ന്യൂ ലിബറലിസം 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ ആൻഡ് വേൾഡ് ഓർഡർ 5 തവണ ചോദിച്ചിട്ടുണ്ട്. റിയലിസം ആൻഡ് ന്യൂ റിയലിസം 4 തവണ ചോദിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ്, ഡിപെൻഡൻസി, വാൾ സിസ്റ്റംസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റംസ് തിയറി, IRS ഡിസിപ്ലിൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് വാർ 2 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്സുകളെയാണ് നമ്മൾ ഹൈ കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ളത്. 70% ചാൻസ് ഉള്ളത്. ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോൾഡ് വാറും അതുപോലെ UN സെക്യൂരിറ്റി കൗൺസിലും അതിന്റെ റിഫോംസും, വേൾഡ് വാർ 1, തിയറീസ്, ഫാസിസം, നൈസിസം, ലിബറലിസം, നിയോ ലിബറലിസം, ഗ്ലോബലൈസേഷൻ, ഇതിന്റെ വേൾഡ് ഓർഡർ. സെക്കൻഡ് മീഡിയം കാറ്റഗറിയിലുള്ള ടോപ്പിക്സുകളാണ് നിയോ റിയലിസം, മാർക്സിസ്റ്റ് ഡിപെൻഡൻസി, വേൾഡ് സിസ്റ്റം, അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡ് ഓർഡർ. ആൻഡ് ലാസ്റ്റ്ലി ലോ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്സ് ആണ് ബോൾഷെവിക് റെവല്യൂഷൻസും ന്യൂക്ലിയർ റിജ്യൂസും. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. 3 hours ആണ്, മാക്സിമം സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. അറ്റംപ്റ്റ് എനി 5 questions. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, question 4 ഉം question 8 ഉം ആ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അറ്റംപ്റ്റ് both parts and within those questions. Okay. Each question carried 20 marks. So for 20 mark question, write about 400 words. Very important ആണ് ഒരു ഇൻസ്ട്രക്ഷൻ. For short notes 200 words ആണ്. Draw on a relevant concept, scholars, events and evidence. Maintain a balanced academic tone. First question, explain the origin, phase and core dynamics of Cold War and evaluate its legacies for contemporary international relations. 20 marks. Second one, critically examine the powers and decision making of United Nations Security Council and assess leading process for its reform. Third one, compare and contrast liberalism and neoliberal institutionalism in explaining international cooperation, clarifying the contours of neo debate. 20 mark question ആണ്. Fourth one, causes and consequences of First World War. 10 mark ആണ്. The end of history, debate on its implications for world order. 10 mark ആണ് again. Fifth one, analyze realism and neo-realism, key assumptions and similarities and differences, and their explanatory reach for post-World War security politics. Sub headings ഒക്കെ കൊടുത്ത് maximum answers നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു question തന്നെയാണ്. 20 mark ആണ്. Sixth one, traces the rise of fascism and Nazism and assess their impact on the inter-war international order. 20 mark question ആണ്. Seventh, discuss Marxist dependency and war system approaches to international relations, highlighting how they interpret hierarchy in the global economy. 8th one, the globalization and the changing configuration of world order. 10 mark ആണ്. 8th part ആണ് nuclear proliferation and logic deterrence. 10 mark ആണ്. സോ ക്വസ്റ്റ്യൻസും കീ ടോപ്പിക്സും നമ്മൾ പരിചയപ്പെട്ടു. ഇതിന്റെ ഒരു ആൻസറും അതിന്റെ മാർക്കിംഗ് സ്കീംസ് എങ്ങനെ അത് സ്ട്രക്ചർ ആകുന്നുള്ളത് നമ്മുടെ ലാംഗ്വേജ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.